അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ പുസ്തകം കസൻ സാക്കീസിൻ്റെ ഗോഡ്സ് പോപ്പറാണ്. സെൻറ്റ് ഫ്രാൻസിസ് എന്ന പേരിൽ മലയാളത്തിലേക്ക് ഈ പുസ്തകം പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരല്പം എക്സാജുറേഷനും നോവൽ ആസ്പെക്റ്റുകളെല്ലാം കൂട്ടിച്ചേർന്ന ഈ ഒരു പുസ്തകം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ആഴത്തിൽ വായിക്കാനായിട്ട് എന്നെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനും ഒരല്പം കൂടെ മെച്ചപ്പെട്ട മനുഷ്യനായി തീരാതെ മടങ്ങി വരുന്നില്ല. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ കസൻ സാക്കീസ് ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നുണ്ട്: ഈ പുസ്തകം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണുനീർ വീണ് ഈ പുസ്തകത്തിൻ്റെ പല പേജുകളും നനഞ്ഞ് കുതിർന്നു പോയിട്ടുണ്ട്. പല പേജുകളും അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും തിരുത്തി എഴുതേണ്ടി വന്നിട്ടുണ്ട്. അതെ, ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനും ഒരല്പം കൂടെ മെച്ചപ്പെട്ട മനുഷ്യനാകാതെ മടങ്ങി വരുന്നില്ല. 9-ാം പയസ് മാർപ്പാപ്പയുടെ വാക്കുകളെ ഓർത്തു പോവുകയാണ്: ഗിവ് മീ എ ഡസൻ ഫ്രാൻസിസ് ആൻഡ് ഐ വിൽ സീ യു ചേഞ്ച് ദ വേൾഡ്. എനിക്ക് ഒരു ഡസൻ ഫ്രാൻസിസുമാരെ തരൂ, ഈ ലോകത്തെ മാറ്റി ഞാൻ കാണിച്ചു തരാം. അതെ, ഫ്രാൻസിസിന് ലോകത്തെ മാറ്റാനുള്ള കഴിവുണ്ട്, അന്നും ഇന്നും എന്നും. അതാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. എൻ്റെ ജീവിതത്തിൻ്റെ ദിശയും ഒരു കാലഘട്ടത്തിൽ പിരിച്ചുവിട്ടത് ഈ മനുഷ്യനാണെന്ന് പറയാതെ വയ്യ. വായനയിലേക്കൊക്കെ ഒരല്പം എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ട മമ്മിയാണ്. ഒരു സ്കൂൾ അധ്യാപികയായിരുന്ന അമ്മ സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന, സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങളാണ് വായനയിലുള്ള അഭിരുചി എന്നിലുണ്ടാക്കിയത്. 5-ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, പനി പിടിച്ച് കിടക്കുന്ന സമയം. അസുഖമായതുകൊണ്ട് തന്നെ വീട്ടിൽ TV കാണാനായിട്ട് പപ്പയും മമ്മി അനുവദിക്കില്ല. പിന്നെ ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് മമ്മി സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മമ്മി കൊണ്ടുവന്ന പുസ്തകങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുസ്തകത്തിൽ എൻ്റെ കണ്ണുടക്കിയത്. പുസ്തകത്തിൻ്റെ പേര് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്നായിരുന്നു. ആരെഴുതിയതായിരുന്നു എന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ വലിയ ആർത്തിയോടുകൂടിയാണ് ആ പുസ്തകം ഞാൻ വായിച്ചത്. അത്രയേറെ ആ പുസ്തകം എനിക്ക് പ്രിയപ്പെട്ടായി തീർന്നു. പിന്നീട് എപ്പോഴോ ആ പുസ്തകത്തെയും പുസ്തകത്തിലെ കഥാപാത്രങ്ങളെയൊക്കെ ഞാൻ മറന്നുപോയി. ഒത്തിരി നാളുകൾക്ക് ശേഷം 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കാപ്പി കളർ ഉടുപ്പിട്ട് അരയിൽ കെട്ടൊക്കെയായിട്ട് ഒരു കപ്പൂച്ചനച്ചനെ പരിചയപ്പെടുകയാണ്. അദ്ദേഹം എൻ്റെ മുന്നിൽ വെച്ച് നീട്ടിയത് ഇതേ പേരുള്ള മറ്റൊരു പുസ്തകമായിരുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചുള്ള മറ്റൊരു ചെറിയ കഥാപുസ്തകം. ഈ പുസ്തകം വായിച്ചതും ഞാൻ ഓർത്തെടുത്തത് 5-ാം ക്ലാസ്സിൽ ഞാൻ വായിച്ച ആ മനുഷ്യനെക്കുറിച്ചുള്ള കഥകളും ഓർമ്മകളുമായിരുന്നു. അന്നെടുത്ത തീരുമാനമാണ്, ജീവിക്കുന്നെങ്കിൽ ഈ മനുഷ്യനെ പോലെ ജീവിക്കണം, ആകുന്നെങ്കിൽ ഒരു കപ്പൂച്ചനാകണം എന്നൊക്കെ. എൻ്റെ ജീവിതത്തിൻ്റെ ദിശാസൂചിക അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആയിരുന്നു. പക്ഷെ എങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഫ്രാൻസിസ് നിൽക്കുന്നത് അങ്ങ് ഉയരങ്ങളിലാണെങ്കിൽ ഞാൻ ഇങ്ങ് താഴെ എങ്ങോ ആണ്. വിശുദ്ധ ഫ്രാൻസിസ് ഇന്നും ഒരു കിട്ടാക്കനിയായിട്ട് മാറി നിൽക്കുകയാണ്. ഫ്രാൻസിസ് ഇന്നും എന്നെ മോഹിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിസിനെ ഒത്തിരി അഡ്മിറേഷനോടുകൂടി ഞാൻ ഇന്നും നോക്കിക്കാണുന്നുണ്ട്. ഫ്രാൻസിസ് എല്ലാത്തിലുപരി ഒരു വലിയ വെല്ലുവിളിയായി തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. വിശുദ്ധ മർഗരീത്ത മറിയത്തോട് ഈശോ പറഞ്ഞ സുന്ദരമായിട്ടുള്ളൊരു വാചകമുണ്ട്: മാർഗരറ്റ്, വിശുദ്ധ ഫ്രാൻസിസ് എൻ്റെ ഹൃദയത്തെ സ്നേഹിച്ചതുപോലെ നിനക്ക് എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കാനാകുമോ? മർഗരീത്ത മറിയമ്മേ, എൻ്റെ ഹൃദയത്തെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സ്നേഹിച്ചതുപോലെ നിനക്ക് സ്നേഹിക്കാനാകുമോ? അതെ, ക്രിസ്തുനാഥൻ തന്നെ വെരിഫൈ ചെയ്ത സ്നേഹമായിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റേത്. ഈ ഫ്രാൻസിസിനെ പോലെ സ്നേഹിക്കാനാകുമോ എന്നുള്ള ചോദ്യം നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഇന്നും ഇന്നും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുക: ദൈവമേ, ഞാൻ നരകത്തെ പേടിച്ചാണ് അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞുകൊള്ളുക. ദൈവമേ, ഞാൻ സ്വർഗത്തെ മോഹിച്ചാണ് നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ നിന്റെ മാലാഖമാരിൽ ഒരാളെ വിട്ട് സ്വർഗത്തിൻ്റെ കവാടം നീ അടച്ചു കളഞ്ഞുകൊള്ളുക. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ ഇരു കൈകൾ നീട്ടി നീ സ്വീകരിക്കണമേ. അതെ, നാഥനോടുള്ള അസീസിയിലെ ഫ്രാൻസിസിൻ്റെ സ്നേഹം കറകളഞ്ഞ സ്നേഹമായിരുന്നു. ഒന്നും മോഹിക്കാതെ, ഒന്നും ആശിക്കാതെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തെ ഫ്രാൻസിസ് ആഴ്ന്നു പുൽകി. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നാം ഓർക്കുന്നത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മരണത്തെയാണ്. പ്രത്യേകമായി ഫ്രാൻസിത്തൂസ് എന്നൊക്കെ ഞങ്ങൾ ഫ്രാൻസിസ്കൻസ് അതിനെ വിശേഷിപ്പിക്കും.
വിശുദ്ധ ഫ്രാൻസിസിന്റെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന 2-3 കുഞ്ഞു സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഫ്രാൻസിസ് തൻ്റെ മരണവേളയിൽ സഹോദരന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഫ്രാൻസിസ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക. തൻ്റെ ജീവിതം മുഴുവൻ സുവിശേഷം ജീവിക്കാൻ ആഗ്രഹിച്ച, വചനം ജീവിക്കാൻ ആഗ്രഹിച്ച ഫ്രാൻസിസ് തൻ്റെ അന്ത്യനിമിഷത്തിലും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നഗ്നനായി ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. നഗ്നനായി ദൈവസന്നിധിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഫ്രാൻസിസ്. രണ്ടാമതായി ഫ്രാൻസിസ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഇതാണ്, എന്നെ നിലത്ത് മണ്ണിനോട് ചേർത്ത് കിടത്തുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ മടങ്ങുന്നു. അവിടെയും ഫ്രാൻസിസ് വചനം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നഗ്നനായി മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഫ്രാൻസിസ്. പിന്നെയും അവൻ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ചുറ്റും ആനന്ദ നൃത്തം ചവിട്ടുക. സങ്കീർത്തന പുസ്തകം 84 അധ്യായം 10 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവമേ, ഈ ഭൂമിയിൽ 1000 വർഷങ്ങളെക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം, ഒരു നിമിഷം എത്ര സുന്ദരമാണ്. എന്നും ദൈവത്തോടു കൂടെ അയക്കാൻ ആഗ്രഹിച്ച ഫ്രാൻസിസിന് മരണം ഒരാഘോഷമായിരുന്നു. ഫ്രാൻസിസ് തൻ്റെ സൂര്യകീർത്തനത്തിൽ അവസാന വരിയായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്യം ഇതാണ്, സോദരി മരണമേ സ്വാഗതം, 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 സ്വാഗതം. മരണത്തെ പോലും സോദരി എന്ന് വിളിച്ചുകൊണ്ട് ആഴ്ന്നു പുൽകുന്ന ഫ്രാൻസിസ്. ഫ്രാൻസിന് മരണം കാണിക്കുന്ന ഇതാണ്, ഒരു മനുഷ്യന് ജീവിക്കാൻ ഇത്രയൊക്കെ മതി. ഒരു മനുഷ്യന് സന്തോഷവാനായി ജീവിക്കാൻ ഇത്രയൊക്കെ മതി. ഇത്ര ലളിതമായി ജീവിക്കാൻ ഒരു മനുഷ്യനാകുമോ? ആകും എന്നതിൻ്റെ തെളിവാണ് ഫ്രാൻസിസ്. കസൻസാക്കീസിൻ്റെ സെൻറ്റ് ഫ്രാൻസിസിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അധരങ്ങളിലേക്ക് കസൻസാക്കീസ് നൽകുന്ന ചില വാചകങ്ങൾ ഇവയാണ്. ഫ്രാൻസിസ് തൻ്റെ ഇരുകരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ഉറക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, വിശുദ്ധ ദാരിദ്ര്യമേ, നീയാണ് ഞങ്ങളുടെ വധു, സമ്പത്ത്. എപ്പോഴും തണുത്തും കുളിർത്തും വിശന്നും ദാഹിച്ചും കഴിയാൻ, ഒരിക്കലും തല ചായ്ക്കാൻ ഒരിടമില്ലാതിരിക്കാൻ നീ എന്നെ അനുഗ്രഹിച്ചാലും. വിശുദ്ധ ദാരിദ്ര്യമേ, നീയാണ് ഞങ്ങളുടെ വധു, സമ്പത്ത്. എപ്പോഴും തണുത്തും കുളിർത്തും വിശന്നും ദാഹിച്ചും കഴിയാൻ, ഒരിക്കലും തല ചായ്ക്കാൻ ഒരിടമില്ലാതിരിക്കാൻ നീ എന്നെ അനുഗ്രഹിച്ചാലും. ഫ്രാൻസിസ് ഒരു വലിയ വെല്ലുവിളിയാണ് നമുക്ക് മുന്നിൽ. ഫ്രാൻസിസ് ഒരു വലിയ വെല്ലുവിളിയാണ് നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. ഇത്ര ലളിതമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വിശുദ്ധ ഫ്രാൻസിസിന്റെ ശിഷ്യനാണ് അന്തോണീസ്. അത്ഭുതങ്ങളുടെ പെരുമഴയാണ് അന്തോണീസിനോട് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫ്രാൻസിസ് തൻ്റെ ജീവിതകാലത്തും മരണത്തിന് ശേഷവും അധിക അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന, യുവജനങ്ങൾ പോകുന്ന തീർത്ഥാടന കേന്ദ്രം അസീസിയായി ഇന്ന് നിലനിൽക്കുന്നു? എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് ഫ്രാൻസിസ്കൻ സഭകളിലാവുന്നത്? എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സന്യാസ സഭകൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നിയമാവലിയെ ചൂടുപിടിച്ചുകൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ളത്? കാരണം ആ മനുഷ്യൻ അടിമുടി ഒരു അത്ഭുതമായിരുന്നു. ഫ്രാൻസിസ് അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ ആ മനുഷ്യനൊരു അത്ഭുതമായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഈ ഒരു വാക്യത്തെക്കുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഫ്രാൻസിസ് പറയുന്നുണ്ട്, all the darkness in the world cannot extinguish the light of a single candle. ഈ ലോകത്തിലെ മുഴുവൻ അന്ധകാര ശക്തികൾ ഒരുമിച്ച് ശ്രമിച്ചാലും ഒരു മെഴുതിരിയുടെ വെട്ടത്തെ തളർത്തിക്കളയാൻ, കെടുത്തിക്കളയാൻ അവയ്ക്കാകില്ല. ദൈവത്തോടുള്ള സ്നേഹത്താൽ കത്തിയെറിഞ്ഞ തീപ്പന്തമേ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസെ, നിന്നിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ ആ തീജ്വാല ഞങ്ങളാകുന്ന ചിരാതുകളിലേക്ക് പകരണമേ. ആമേൻ.